ഒരിക്കൽ പാണ്ഡ്യ രാജാവ് മധുര ഭരിച്ചിരുന്ന കാലത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മൂക്കുത്തി കാണാതായി. സംഭവത്തിൽ പൂജാരിയെ സംശയിച്ച രാജാവ് 40 ദിവസത്തിനകം മൂക്കുത്തി കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ വധിക്കുമെന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു. 40 ദിവസമായിട്ടും മൂക്കുത്തി കണ്ടെത്താൻ പൂജാരിക്ക് കഴിഞ്ഞില്ല. അന്ന് രാത്രി ക്ഷേത്രത്തിനകത്ത് തളർന്ന് ഉറങ്ങിയ അദ്ദേഹത്തിന് ദേവി ദർശനം നൽകി. ഇവിടെ നിന്നും പലായനം ചെയ്യാൻ ഭഗവതി അരുളി ചെയ്തു. ഭഗവതിയുടെ അരുളിൻപാടിൻ പ്രകാരം അദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അദ്ദേഹം കാണുന്നത് മധുര മീനാക്ഷിയുടെ ചൈതന്യം ഒരു സുന്ദരിയുടെ രൂപത്തിൽ ക്ഷേത്രത്തിനകത്തു നിന്നും ഇറങ്ങി അദ്ദേഹത്തിന് വഴി തെളിക്കുന്നതാണ്. ഇങ്ങനെ ഓടി രക്ഷപ്പെട്ട അദ്ദേഹം ചെന്നെത്തിയത് കുമാരനെല്ലൂരിൽ സുബ്രഹ്മണ്യനായി ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ച ക്ഷേത്രത്തിലാണ്. അവിടെ തളർന്നുറങ്ങിയ അദ്ദേഹം രാവിലെ കണ്ണു തുറന്നപ്പോൾ ശ്രീലകത്ത് ദേവി കുടികൊള്ളുന്നത് കാണുകയായിരുന്നു. അങ്ങനെയാണ് കുമാരനെല്ലൂരിൽ പ്രതിഷ്ഠിക്കേണ്ട സുബ്രഹ്മണ്യനെ വൈക്കത്തിനടുത്ത് ഉദയനായകീപുരത്ത് പ്രതിഷ്ഠിച്ചതും കുമാരനെല്ലൂരിൽ കാർത്യായനി പ്രതിഷ്ഠ നടത്തിയതും.